5 മണിക്കാണ് കട്ടറ ബസ് സ്റ്റാൻഡിലെത്തിയത്. ആദ്യം തന്നെ യാത്രാ രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയി ആധാർ കാർഡ് കാണിച്ചതിനു ശേഷം RFID യാത്രാ കാർഡ് എടുത്തു. ഇതില്ലാതെ ദർശനം സാധ്യമല്ല. പിന്നെ പോയത് ഫുഡ് കഴിക്കാനാണ്. രണ്ടുപേരും താലിയാണ് പറഞ്ഞത്. കൂടെ രസമലായും കഴിച്ചു. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം യാത്ര ആരംഭിച്ചു. പ്രവേശന കവാടം എത്തും മുൻപേ സ്റ്റിക്ക് വാങ്ങിയിരുന്നു. കുത്തനെയുള്ള കയറ്റം ഇടയ്ക്കുള്ളതിനാൽ സ്റ്റിക്കില്ലാതെ യാത്ര ദുഷ്കരമാവും. വഴിയരികിൽ ഒരുപാട് കുതിരകൾ ഉണ്ടായിരുന്നു. യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. തന്റെ ഊഴം കാത്തു കിടക്കുകയാണ്. കുതിരകൾക്ക് പുറമെ പാൽക്കി, പിട്ടു, ഹെലികോപ്റ്റർ സർവീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അർദ്ധകുമാരി കഴിഞ്ഞാൽ ബാറ്ററി കാർ സർവീസും കാണാൻ കഴിയും. വഴിയരികിൽ ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാം. ഭക്തിയും സൗന്ദര്യവും നിറഞ്ഞ ഈ പാതയെ മനോഹരമാക്കുന്നതിൽ അവയുടെ പ്രാധാന്യം വലുതാണ്. ഈ കാണുന്ന ദർശനി ദർവാസ കട്ടറ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്താണ്. യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റായി ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കാണാൻ കഴിയും. ഭവൻ ഇവിടെ നിന്നും 12 കിലോമീറ്റർ ദൂരത്താണ്. ഇതാണ് ബാൻഗംഗ, വൈഷ്ണോദേവി യാത്രയിലെ മറ്റൊരു അത്യന്തം പവിത്രമായ സ്ഥലം. ഇവിടെ ചെറിയൊരു ഘട്ടുണ്ട്. ചില ഭക്തർ ഇവിടെ പാദങ്ങൾ കഴുകുന്നു. ചിലർ കുളിച്ച് ദേവിയുടെ ദർശനത്തിനായി സന്നദ്ധരാകുന്നു. അതിനടുത്തു തന്നെ പ്രാചീൻ ബാൻഗംഗ മന്ദിരം കാണാൻ കഴിയും. ബാൻഗംഗ അമ്പ് കൊണ്ട് ഉത്ഭവിച്ച ഗംഗ എന്നാണ് അർത്ഥം. നടന്നു തളർന്നപ്പോൾ ഫ്രൂട്ട് ചാറ്റ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ നിന്നുള്ള നൈറ്റ് വ്യൂ മനോഹരമായിരുന്നു. നഗരത്തിലെ മുഴുവൻ ലൈറ്റുകൾ ഒരു പ്രകാശ സിംഫണി പോലെ പടർന്നു കിടക്കുന്നു. യാത്രയുടെ സൗന്ദര്യം ഇരട്ടിയാക്കുന്നു. 6:30 തുടങ്ങിയ യാത്ര 9 മണിക്കാണ് അർദ്ധകുമാരിയിലെത്തിയത്. യാത്രാപാതയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. അവിടെ നിന്നും ഭവനിലേക്ക് 2 വഴികളുണ്ട്. ഹിംകോട്ടി വഴിയും കാട്ടിമാധ വഴിയും. ഞങ്ങൾ ഹിംകോട്ടി വഴിയാണ് ഭവനിലേക്ക് പോയത്. ഇവിടെ നിന്ന് 5.5 കിലോമീറ്റർ മാത്രമേ ഭവനിലേക്കുള്ളൂ. അവിടെ ബാറ്ററി കാർ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തു. ഭവൻ വരെ ഒരാൾക്ക് 450 രൂപയായിരുന്നു. രാത്രി 10:30 എടുത്ത കാർ 10:50 ഭവനിലെത്തിയത്. ആദ്യം പോയി പ്രസാദം വാങ്ങിച്ചിരുന്നു. പിന്നെ കുറച്ചുനേരം ഭവൻ നോക്കി നിന്നു. അമ്പലത്തിലേക്ക് ഫോൺ, വാലറ്റ് ഒന്നും എടുക്കാൻ അനുവാദമില്ലാത്തതിനാൽ ലോക്കറിൽ പോയി സാധനങ്ങൾ വെച്ച ശേഷമാണ് അമ്പലത്തിലേക്ക് പോയത്. 12:30 ദർശനം കഴിഞ്ഞിറങ്ങി. തിരക്കില്ലാത്തതിനാൽ നന്നായി തൊഴുകാൻ പറ്റിയിരുന്നു. ലോക്കറിൽ ചെന്ന് സാധനങ്ങൾ എടുത്തതിന് ശേഷം ചെറുതായി സ്നാക്സ് കഴിച്ചു. ഇനി യാത്ര ഭൈരവ്ജിയുടെ ടെമ്പിളിലേക്കാണ്. 1:30 യാത്ര വീണ്ടും തുടർന്നു. 2:15 ഭൈരവ്ജിയുടെ ടെമ്പിളിൽ എത്തിയത്. അവിടെ നിന്നും പ്രകാശിക്കുന്ന ഭവൻ കാണാൻ കഴിയും. എന്തു മനോഹരമാണെന്നോ ആ കാഴ്ച. കുറച്ചുനേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഭൈരവ്ജിയുടെ ടെമ്പിളിലേക്ക് പോയത്. ദർശനം കഴിഞ്ഞ് 3 മണിക്ക് ഞങ്ങൾ തിരിച്ചിറങ്ങി. വഴിയരികിലെ ചെറിയ അമ്പലങ്ങൾ, മലകളുടെ മധ്യേ തെളിഞ്ഞ ഭവന്റെ പ്രകാശം, കാറ്റിന്റെ ശാന്തി എല്ലാം ചേർന്ന് ഹൃദയത്തിൽ ഒരുപാട് ഓർമ്മകളായി മാറി. ഈ യാത്ര മനസ്സിലെന്നും പുതുമയും ആനന്ദവും നിറച്ചു നിലനിൽക്കും. രാവിലെ 9:30 ദർശനി ദർവാസയിൽ തിരിച്ചെത്തിയത്. RFID കാർഡ് തിരിച്ചു കൊടുത്തു. കാലുകൾക്ക് ക്ഷീണമുണ്ടെങ്കിലും ഹൃദയത്തിൽ നിറയെ സന്തോഷവും ശാന്തിയും. താങ്ക് യു ഫോർ വാച്ചിങ്.